ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. കാറിലാണ് കേട്ടോ പോയത്. നമ്മൾ തൃശ്ശൂർ ജയലക്ഷ്മിയിലേക്കാണ് പോയത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. എൻ്റെ കയ്യിൽ റെഫറൻസ് ഉണ്ടായിരുന്നു, അതനുസരിച്ചാണ് നമ്മൾ സാരി എടുത്തത്. അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ചേച്ചി അതുപോലത്തെ മോഡൽസൊക്കെ എടുത്ത് കൊടുന്ന് കാണിച്ചത്. നമുക്ക് അധികം വലിച്ചിടലൊന്നും വന്നില്ല. കുറച്ച് നമ്മൾ നോക്കി, അതിൽ 2 ട്രയൽ ചെയ്ത് നോക്കി. അതിലൊരെണ്ണമാണ് കേട്ടോ സെലക്ട് ചെയ്തത്. റെഡാണ് നമ്മൾ എടുത്തത്. ഏതാ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കട്ടോ. അവിടുത്തെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ചേച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് സാരി എടുത്തു തന്നു. ഇത്ര പെട്ടെന്ന് ഒരു പ്ലീറ്റൊക്കെ പിടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അവിടുത്തെ ചേച്ചിമാരൊക്കെ. ഇത് ദൂരജാൻ്റെ ചേച്ചിയുടെ ഉണ്ണിയാണ് കേട്ടോ. തച്ചു എന്നാണ് നമ്മൾ വിളിക്കുക. അവളൊരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ജയലക്ഷ്മി ഫുൾ ഓടി നടന്ന് കളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എൻജോയിങ് ആയിരുന്നു. ചില്ലടിച്ച് ചേച്ചിമാരോടൊക്കെ സംസാരിച്ച് എല്ലാവരുടെ അടുത്ത് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളുടെ അടുത്ത് സെക്കൻഡ് സാരിയാണ് കേട്ടോ. മുഹൂർത്ത ടൈമിൽ നമ്മൾ സെറ്റ് സാരിയാണ് എടുക്കുന്നത്. അത് താഴത്തെ ഫ്ലോറിലോ മറ്റോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണ ഫ്ലോറിൽ തന്നെ എന്തൊക്കെ എടുക്കാണ്ട് അതൊക്കെ എടുത്ത് നമുക്ക് താഴത്തേക്ക് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ കോഫിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ചുരിദാറൊക്കെ നോക്കാനായിട്ടാണ് പോയത്. അവിടെ നമ്മൾ 2-3 ചുരിദാറൊക്കെ എടുത്തു. അതൊക്കെ ട്രയൽ ചെയ്ത് നോക്കുകയും ചെയ്തു. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ഡ്രസ്സ് നോക്കണ തിരക്കിലാണെങ്കിൽ ആളവിടെ ഭയങ്കര കളിയിലാണ്. ചെയറൊക്കെ ഇട്ട് വട്ടം കറക്കി ഭയങ്കര കളിയിലാണ് കേട്ടോ ആള്. ലിഫ്റ്റിൽ എല്ലാവർക്കും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ 2 പ്രാവശ്യമായിട്ടാണ് പോയത്. അപ്പം ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഉണ്ണിക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോഴേക്ക് ലിഫ്റ്റ് അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ വരികയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വന്ന വഴിക്ക് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, ഒന്നും വാങ്ങിയില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ സെറ്റ് സാരിയാണ് നോക്കിയത്. അതും അധികം വലിച്ചിട്ടുണ്ടൊന്നും വന്നില്ല. 2-3 എണ്ണത്തിൽ നമ്മൾ ഒരെണ്ണം കൺഫേം ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.